അപ്പൊ ഇനിയുള്ള തലമുറനെങ്കിലും അങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. സിജു സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഉമ്മ വെച്ചിട്ടൊക്കെ. സിജുവിന് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വയം ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാണ്ടാവുമ്പോൾ സിജു അങ്ങനെ ചെയ്യുന്നതാണ് ഈ പാടുകളൊക്കെ കൈ. അത് പറഞ്ഞ ഇവർക്ക് എന്താ പറയണത് നമ്മൾക്കറിയില്ല. അവർക്ക് പലതും പറയണമെന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അവർക്ക് കടയ്ക്ക് പോകണം അല്ലെങ്കിൽ റോട്ടിക്ക് നടക്കാൻ പോകണമെന്നുണ്ടാവും. അപ്പം നമ്മൾ പോണ്ടാ പറയും, തടയും. അപ്പം അവർക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നുണ്ടാവും. നമ്മളെ ഉപദ്രവിക്കണ്ടെന്ന് ആഗ്രഹം തോന്നിയിട്ട് അവരിനെ തന്നെ ആ ദേഷ്യം അവരിൽ തന്നെ പ്രകടിപ്പിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഈ അവർ സ്വയം ഇതൊക്കെ ചെയ്യുന്നത് പൊതുവെ. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ തല്ലല്ലോ. അപ്പോൾ ആ സ്നേഹം കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന നേരം അവനെ തന്നെ അത് ഇങ്ങനെ ചെയ്തിട്ട് അത് കാണുമ്പോൾ നമ്മൾ പിന്നെ അവരിനെ സ്റ്റോപ്പ് ചെയ്യും അപ്പം തന്നെ. ഇപ്പം ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ആളുകൾ വേദനിപ്പിക്കുന്ന കമന്റുകളൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന് ചെയ്തിരുന്നു. ഇപ്പം അതിനൊക്കെ മാറ്റമുണ്ടോ? ആദ്യം അത് അവർക്ക് അറിയില്ല. ഇങ്ങനത്തെ കുട്ടികളിനെ പൊതുവെ സിജുവിനെ പെട്ടെന്ന് കണ്ട പുറത്തൊരാൾക്ക് അറിയില്ലല്ലോ. അവർ സാധാരണ ആളുകളാണ് വിചാരിച്ചാണ് പറയുന്നത്. പിന്നെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളെ പറ്റി അറിഞ്ഞാൽ ആരും പറയില്ല. അതിനുള്ള എല്ലാവർക്കും ദയുള്ള മനസ്സൊക്കെ ഒന്ന് നിറയുന്നുണ്ട്.